പ്യാരെ ബച്ചോ ആദാബ്. ഒടുവിൽ നിങ്ങളുടെ കാത്തിരിപ്പിനൊക്കെ വിരാമമിട്ടുകൊണ്ട് ഉറുദു ക്ലാസ്സുമായിട്ടാണ് എജുപോർട്ട് നിങ്ങളുടെ മുമ്പിലെത്തിയിട്ടുള്ളത്. ഉറുദുവിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലെത്തിയിട്ടുള്ളത്. എല്ലാവരെയും ഉറുദു ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നോക്കാം, ഉറുദുവിൽ സാധാരണ ചോദിക്കാറുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു ചോദ്യമാണ് സാധാരണ ഉറുദുവിൽ ചോദിക്കാറുള്ള ചോദ്യമാണ് സവാനിഹി നോട്ട് അഥവാ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം ഉറുദുവിൽ ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം, ചോദ്യം ഇങ്ങനെയാണ് ചോദിക്കാറുള്ളത്. ഇഷാർ ഓം കി മദദ് സെ നസീർ അക്ബറാബാദി കെ ബാരെ മേ ഏക് സവാനിഹി നോട്ട് തയ്യാർ കീജിയെ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇഷാർ ഓം കി മദദ് സെ, തന്നിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ നസീർ അക്ബറാബാദി കെ ബാരെ മേ, നസീർ അക്ബറാബാദി കോൻ ഹെ, ആരാണ് നസീർ അക്ബറാബാദി? ഒരു ഷായിറാണല്ലേ, ഒരു കവിയാണ് നസീർ അക്ബറാബാദി. ഉറുദുവിലുള്ള മഷ്ഹൂറായിട്ടുള്ള ഒരു കവിയാണ് നസീർ അക്ബറാബാദി. അപ്പോൾ നസീർ അക്ബറാബാദിയുടെ തന്നിട്ടുള്ള സൂചകങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏക് സവാനിഹി നോട്ട് തയ്യാർ കീജിയേ, ഒരു സവാനിഹി നോട്ട് തയ്യാറാക്കുക. സവാനിഹി നോട്ട് എന്നുള്ള പദം മനസ്സിലാക്കി വെക്കുക. സവാനിഹി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവചരിത്ര കുറിപ്പ് എന്നാണ് അർത്ഥം. എന്തെല്ലാം സൂചകങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്? നമുക്ക് നോക്കാം. നസീർ അക്ബറാബാദി, ഹെഡിങ് എന്താണ്? ആദ്യം നസീർ അക്ബറാബാദി എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഈ ഡീറ്റെയിൽസ് നമുക്ക് തരും. അസ്ലി നാം വലി മുഹമ്മദ്. നസീർ അക്ബറാബാദിയുടെ അസ്ലി നാം കാ മായന ക്യാ ഹെ? യഥാർത്ഥ പേര്. അസ്ലി നാം വലി മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? വലി മുഹമ്മദ് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? അഗല പോയിന്റ് ഷുഹറത്ത്, അദ്ദേഹത്തിൻ്റെ പ്രശസ്തി. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി? അവാമി ഷായിർ, അവാമി ഷായിർ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നമുക്കറിയാം, ഓരോ ഷായിറുകൾക്കും ഓരോ കവികളും അറിയപ്പെടുന്ന ഒരു പേരുണ്ടായിരിക്കും. ഇപ്പോൾ അല്ലാമ മുഹമ്മദ് ഇക്ബാലിനെ നമ്മൾ പറയാറുണ്ട് ഷായിറെ മഷിരിഖ്, കിഴക്കിൻ്റെ കവി എന്ന് പറയാറുണ്ട്. അതുപോലെ നസീർ അക്ബറാബാദിയെ പറയുന്നതാണ് അവാമി ഷായിർ. അവാമി ഷായിർ എന്നുള്ള പേരിലാണ് ആരറിയപ്പെടുന്നത്? നമ്മുടെ നസീർ അക്ബറാബാദി അറിയപ്പെടുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് പൈദായിഷ്. പൈദായിഷ് കാ മായന ക്യാ ഹെ? ജനനം, അല്ലേ? ജനിച്ചത് 1740 ഡൽഹിയിലാണ് അദ്ദേഹം ജനിച്ചത്. നമുക്കെല്ലാം തന്നിട്ടുണ്ട്, ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പൈദായിഷ്, ജനനം 1740 ഡൽഹിയിലാണ് ജനിച്ചത്. മഷ്ഹൂർ നസ്മേം, അദ്ദേഹത്തിൻ്റെ മഷ്ഹൂറായിട്ടുള്ള നസമുകൾ, പ്രശസ്തമായിട്ടുള്ള നസമുകൾ ഏതൊക്കെയാണ്? ഒന്ന് ബർസാത്ത്, ബർസാത്ത് എന്ന പേരിൽ അദ്ദേഹം എന്ത് എഴുതിയിട്ടുണ്ട്? ഒരു നസം എഴുതിയിട്ടുണ്ട്, അല്ലേ? രണ്ടാമത്തത് ഹോളി, ഹോളി എന്നുള്ള പേരിലും അദ്ദേഹം എന്ത് എഴുതിയിട്ടുണ്ട്? നസം എഴുതിയിട്ടുണ്ട്. ദീവാലി, ദീവാലി എന്നുള്ള പേരിലും അദ്ദേഹം നസം എഴുതിയിട്ടുണ്ട്. റോട്ടിനാമ, ഇതെല്ലാം നസീർ അക്ബറാബാദി എഴുതിയിട്ടുള്ള എന്താണ്? നസമുകളാണ്, കവിതകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതകളും നമുക്ക് തന്നിട്ടുണ്ട്. അവസാനമായി ഇൻതിക്കാൽ, മരണം. അദ്ദേഹം എന്നാണ് മരിച്ചിട്ടുള്ളത്? 1830 ആഗ്രയിലാണ് മരിച്ചിട്ടുള്ളത്. 1830 ആഗ്രാമേ, ആഗ്രയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മരിച്ചിട്ടുള്ളത്. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉത്തരം എഴുതണം. എങ്ങനെയാണ് ഉത്തരം എഴുതുക? എല്ലാവരും ശ്രദ്ധിക്കുക. നസീർ അക്ബറാബാദി ഉറുദു കെ മഷ്ഹൂർ ഷായിർ ഹെ. നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ പോവാണ്. ആദ്യം എങ്ങനെയാണ് എഴുതേണ്ടത്? നസീർ അക്ബറാബാദി ഉറുദു കെ മഷ്ഹൂർ ഷായിർ ഹെ, ഉറുദുവിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ഷായിറാണ്. മഷ്ഹൂർ ഷായിർ ഹെ, മഷ്ഹൂർ ഷായിർ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശസ്തനായിട്ടുള്ള ഒരു ഷായിറാണ്. നസീർ അക്ബറാബാദി ഉറുദുവിലെ പ്രശസ്തനായിട്ടുള്ള ഷായിറാണ്. ഇനി അഥവാ നസീർ അക്ബറാബാദി അല്ല, ചിലപ്പോൾ നിദാ ഫാസിലിയെ ആയിരിക്കും തരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതിയാൽ മതി? നിദാ ഫാസിലി ഉറുദു കെ മഷ്ഹൂർ ഷായിർ ഹെ. പേര് മാത്രം എന്ത് ചെയ്താൽ മതി? മാറ്റിക്കൊടുത്താൽ മതി. ഇത് മാറ്റിക്കൊടുക്കുക, വേറെ ഒന്നും മാറ്റേണ്ടതില്ല. അടുത്തതായിട്ട് എന്താണ്? അടുത്തത് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? അദ്ദേഹത്തിൻ്റെ അസ്ലി നാം വലി മുഹമ്മദ് എന്നാണ്, അല്ലേ? അത് നമുക്ക് എങ്ങനെ എഴുതാം? ഉൻക അസ്ലി നാം, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ഉൻക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ, അസ്ലി നാം
വലി മുഹമ്മദ് ഹേ. അത്രയേ ഉള്ളൂ. ഉൻകാ അസ്ലി നാം വലി മുഹമ്മദ് ഹേ. ഉൻകാ അസ്ലി നാം വലി മുഹമ്മദ് ഹേ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? വലി മുഹമ്മദ് എന്നാണ്. അടുത്ത പോയിന്റ്, വോ ഏക് അവാമി ഷാഇർ കി ഹൈസിയത്ത് സെ മഷ്ഹൂർ ഹേ. അദ്ദേഹം എന്തു പേരിലാണ് പ്രശസ്തനായിട്ടുള്ളത്? ഷുഹ്റത്ത്, മഷ്ഹൂർ. എന്തിലാണ് പ്രശസ്തനായിട്ടുള്ളത്? അവാമി ഷാഇർ എന്നുള്ള പേരിലാണ് പ്രശസ്തനായിട്ടുള്ളത് അല്ലേ? അതെങ്ങനെ എഴുതുക? വോ ഏക്, അദ്ദേഹം ഒരു അവാമി ഷാഇർ കി ഹൈസിയത്ത് സെ, അവാമി ഷാഇർ എന്നുള്ള പേരിൽ മഷ്ഹൂർ ഹേ, പ്രശസ്തനാണ്. ഇനി വേറെ ആരെങ്കിലുമാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ഇനി നിദാ ഫാസിലിയെയാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഷുഹറത്ത് തന്നിട്ടുണ്ടാകൂല. അങ്ങനെയാണെങ്കിൽ പോലും നമുക്കിവിടെ എന്ത് കൊടുക്കാം? വോ ഏക് ഉർദു ഷാഇർ കി ഹൈസിയത്ത് സെ മഷ്ഹൂർ ഹേ. അദ്ദേഹം ഒരു ഉർദു ഷാഇർ എന്നുള്ള രീതിയിൽ എന്താണ്? പ്രശസ്തനാണ് എന്ന് നമുക്ക് പറയാലോ. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. അടുത്തതായിട്ട് അദ്ദേഹത്തിൻ്റെ ജനനമാണ് തന്നിട്ടുള്ളത് അല്ലേ? അതെങ്ങനെ എഴുതുക? ഉൻകി പൈദായിഷ്, അദ്ദേഹത്തിൻ്റെ ജനനം. ഉൻകി പൈദായിഷ്, നമ്മളിവിടെ പറഞ്ഞു ഉൻകാ അസ്ലീന. അതുപോലെ ഉൻകി പൈദായിഷ് എന്നാണ് 1740 ദഹ്ലീമേ ഹുവേ, ദഹ്ലീമേ ഹുവേ, ഡൽഹിയിലാകുന്നു. ഇതുപോലെ വേറെ ആരെതെങ്കിലുമാണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഉൻകി പൈദായിഷ് എന്ന് എഴുതിയിട്ട് ആ ഡേറ്റും സ്ഥലവും എഴുതി കൊടുത്താൽ മതി. ഇനി അടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള നസമുകളാണ് തന്നിട്ടുള്ളത് അല്ലേ? അതെങ്ങനെ എഴുതാം? ബർസാത്ത്, ഹോളി, ദീവാലി, റോട്ടിനാമ വഗൈറ. ഇതൊക്കെ ഇവിടെ തന്നിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് നമ്മളെ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുള്ളതാണ് അല്ലേ? അതെന്ത് ചെയ്താൽ മതി? ബർസാത്ത്, ഹോളി, ദീവാലി, റോട്ടിനാമ, ഇതെല്ലാം എന്താണ്? വഗൈറ, മറ്റുള്ളവയും. ഉൻകി മഷ്ഹൂർ നസ്മേ ഹേ, ഉൻകി മഷ്ഹൂർ നസ്മേ ഹേ. അദ്ദേഹത്തിൻ്റെ മഷ്ഹൂർ, പ്രശസ്തമായിട്ടുള്ള എന്താണ്? നസ്മേ ഹേ, നസ്മേ ഹേ, കവിതകളാകുന്നു. വളരെ സിമ്പിളാണ്. ഉൻകി മഷ്ഹൂർ നസ്മേ ഹേ, ഉൻകി അദ്ദേഹത്തിൻ്റെ. അടുത്തതായിട്ട് അവസാനമായിട്ടുള്ള പോയിന്റ്, നസീർ അക്ബറാബാദി എന്നാണ് മരണപ്പെട്ടത്. ഇന്തിക്കാൽ, മരണപ്പെട്ടത് എന്നാണ്? 1830 അല്ലേ? അത് നമുക്ക് എങ്ങനെ എഴുതാം? നസീർ അക്ബറാബാദി 1830 കോ ആഗ്രാമേ ഇന്തിക്കാൽ ഹുവ. എവിടെയാണ് മരിച്ചിട്ടുള്ളത്? ആഗ്രാമേ ഇന്തിക്കാൽ ഹുവ നേടെ ഇത് കൊടുത്താൽ മതി. അദ്ദേഹം ആഗ്രയിലാണ് മരണപ്പെട്ടത്. ഇങ്ങനെ വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഒരു സവാനിഹി നോട്ട് എഴുതാൻ പറ്റും. ആരെക്കുറിച്ച് തന്നാലും ഇതിൽ പേരുകൾ മാത്രം, പേരുകളും ഡേറ്റുകളും അതുപോലെ കൃതികളും മാത്രം മാറ്റി കൊടുത്താൽ മതി. നിദാ ഫാസിലിയെ കുറിച്ച് തന്നു കഴിഞ്ഞാൽ നിദാ ഫാസിലി ഉറുദു കെ മഷ്ഹൂർ ഷാഇർ ഹേ, ഉൻകാ असली नाम निदा फाजिली है, वो एक उर्दू शायर की हैसियत से मशहूर है. പിന്നെ അദ്ദേഹത്തിൻ്റെ ജനനം, ഉൻകി പൈദായിഷ്, ജനനം തന്നിട്ടുണ്ടാകും, അത് കൊടുക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ കൊടുക്കുക, മഷ്ഹൂർ നസ്മേ ഹേം എന്ന് എഴുതുക. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണവും എഴുതുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 4 or 5 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കുന്ന സാധാരണ ചോദ്യമാണ് സവാനിഹി നോട്ട് തയ്യാറാക്കുക. ഇനി ഒരാൾക്കും ഈ മാർക്ക് നഷ്ടപ്പെടരുത്, അതിന് ഈ ഒരു ക്ലാസ് കാരണമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്ലാസ് നിർത്തുന്നു. ഖുദാ ഹാഫിസ്.